ഖുർആനിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ശരിക്കും വെള്ളം. എൻ്റെ കുറേ തലങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പറയണത് മാഅൻ മുബാറക്കൻ എന്നാണ്. വൻസൽന മിനസ്സമായി മാഅൻ മുബാറക്. അപ്പം വെള്ളം അനുഗ്രഹമാണ്. വാട്ടർ ദി എലിക്സിർ ഓഫ് ലൈഫ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ്. അദ്ദേഹം പണ്ട് പഴയ കാലത്ത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കാണ്ടായിരുന്നു ഭാഗം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ലിബിയയുടെയും ഈജിപ്തിൻ്റെയും ബോർഡറിൽ അദ്ദേഹം നിൽക്കുകയാണ്. ഒരു ഭാഗം എന്ന് പറഞ്ഞത് പച്ചപ്പാണ്, നിറഞ്ഞ പച്ച. മറുഭാഗം എന്ന് പറയുന്നത് കണ്ണത്താ ദൂരത്ത് വരെ ചക്രവാളത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന മരുഭൂമി. അപ്പോൾ ഇത് എന്താണ് കാരണം അത് മതിയോ അല്ലെങ്കിൽ ഈ ചളി എന്നുള്ള പ്രശ്നം, ശരീരത്തിൽ ചളി എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇവിടെ അങ്ങനെ ഉരുട്ടി നോക്കിയാൽ ചളികളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കയറിയ ശേഷം കുറിച്ചുണ്ടാവും. കാരണം അതൊരു വലിയ പാർട്ട് മൂന്നിലൊന്ന് പറഞ്ഞ പോലെ മൂന്നിലൊന്ന് കരയും ബാക്കി രണ്ട് ഭാഗം അപ്പോൾ വെള്ളമാണല്ലോ. അപ്പോൾ വെള്ളത്തിൽ നമ്മുടെ ലൈഫിൽ കൊണ്ട് കരയേക്കാൾ റോളുണ്ടെന്നാണ്. കാരണം കരയില്ലെങ്കിലും ജീവിക്കാം, പക്ഷെ കടലില്ലെങ്കിൽ വെള്ളമില്ലെങ്കിൽ. ഇപ്പോൾ വെള്ളത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ചെയ്യാൻ കഴിയണം എന്താണ്? നമുക്ക് അല്ലാഹ് എന്ത് അനുഗ്രഹങ്ങൾ തന്നാലും ആ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ട് തരത്തിലുള്ള ബാധ്യതകൾ നമുക്കുണ്ട്. ഒന്ന് അള്ളാഹിനോടുള്ള ബാധ്യതകൾ, രണ്ട് സൃഷ്ടികളോടുള്ള ബാധ്യതകൾ. അപ്പോൾ അതിൽ അള്ളാഹിനോടുള്ള ബാധ്യത എന്താ? നമുക്ക് തന്നതിന് നന്ദി കാണിക്കുക, അവന് ആരാധനകൾ അർപ്പിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അതേസമയം സൃഷ്ടികളോട് നന്മ ചെയ്യുമ്പോൾ എന്താണ്? അത് അള്ളാഹിനോടുള്ള ബാധ്യത തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യം എന്താ? വെള്ളമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു വലിയൊരു അനുഗ്രഹം അള്ളാഹ് തന്നു. അസ്സലാമു അലൈക്കും. ലോകത്ത് ആദ്യം സൃഷ്ടിക്കപ്പെട്ട വസ്തു ഏതാണ് എന്ന ഡിസ്കഷൻ ഉണ്ട്. അത് വെള്ളമാണ് എന്നാണ്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ് എന്ന പരാമർശത്തിൻ്റെ കൂടാതെ അർഷ് അലൽ മായി എന്ന പ്രയോഗമുണ്ട് അല്ലേ? ആയത്ത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതിനകത്ത് നോട്ട് ചെയ്തതാണ്. അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന സാധനം. അങ്ങനെയല്ലേ ആരിഫ്ക? പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ്, വെള്ളത്തെക്കുറിച്ചുള്ള ഖുർആനിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ശരിക്കും വെള്ളം. എൻ്റെ കുറേ തലങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പറയണത് മാഅൻ മുബാറക്കൻ എന്നാണ്. വൻസൽന മിനസ്സമായി മാഅൻ മുബാറക്. അപ്പം വെള്ളം അനുഗ്രഹമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന നിലക്ക് തന്നെയാണ് നമ്മൾ കാണേണ്ടത്, അങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. പിന്നെ ഖുർആൻ്റെ ഒരു പ്രയോഗത്തിൽ വരുന്നത് ഇറങ്ങുന്ന വെള്ളത്തെ സംഭരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഫസ്കന്നാഹു ഫിൽ അർലി എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പോൾ അത് ശരിക്കും ഭൂമി അതിനെ അബ്സോർവ് ചെയ്യാൻ മാത്രമുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ. എത്ര വെള്ളം താഴോട്ട് പെയ്തിറങ്ങിയാലും അത് സംഭരിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുഴേൻ്റെ തീരത്തുള്ളത്, അപ്പോൾ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കിയത് അത് സംഭരിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ. പക്ഷെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഈ ബിൽഡിംഗ് നിയമങ്ങളൊക്കെ വന്നപ്പോൾ സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം എന്ന് ഉപാധി വെക്കുന്നുണ്ട് സർക്കാർ പോലും. കാരണം അത്രയും ജലക്ഷാമം ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെയ്തിറങ്ങുന്ന വെള്ളം മുഴുവൻ സംഭരിക്കപ്പെടുന്നില്ല എന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന ജലദൗർലഭ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. അത് ശരിക്കും ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മളും അത് എന്ത് ചെയ്തില്ല, മുസ്ലിങ്ങളും അതെന്ത് ചെയ്തില്ല, ഖുർആൻ്റെ അനുയായികൾ പോലും അത് പാലിച്ചില്ല. പക്ഷെ പഴയ പള്ളികളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ ജലസംഭരണികൾ ഉണ്ടായിരുന്നു. പഴയ പള്ളികളിലൊക്കെ വലിയ കുളങ്ങളുണ്ടല്ലോ. അവർക്ക് വേറെ വുളു ചെയ്യാനെന്നുള്ള സൗകര്യങ്ങൾ വേറെ ഇന്നത്തെ പോലെ ഇല്ല. പക്ഷെ അതൊരു ഭയങ്കര സോഴ്സായിരുന്നു. വെള്ളം അത്രയും സംഭരിക്കപ്പെടുകയല്ലേ. വലിയ പഴയ പള്ളികളൊക്കെ വലിയ കുളങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആളുകൾ അത് ശ്രദ്ധിച്ചിരുന്നു തോന്നുന്നു. പക്ഷേ പിൽക്കാലത്ത് സൗകര്യങ്ങൾ കൂടിയപ്പോൾ ഈ സംഭരിക്കപ്പെടുക എന്നുള്ളത് ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കിൽ മാത്രം ഒതുങ്ങിയ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഖുർആന് വെള്ളത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, അത് ആയത്തുകൾ അങ്ങനെ നമുക്ക് നോക്കിയാൽ പറ്റില്ല. പക്ഷെ ഹദീസിൽ നിന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഉപയോഗത്തിൻ്റെ ക്രമം എങ്ങനെ ആവണം എന്നുള്ള ശക്തമായ താക്കീതാണ് നബി കൊടുക്കുന്നത്. വുളു എടുക്കുമ്പോഴാണല്ലോ സഅദ് ബിൻ അബി വക്കാസിനോട് പറയണത് ധൂർത്ത് പാടില്ല എന്ന്.
അപ്പോഴും സഹാബികൾക്ക് സംശയമുണ്ട്, എന്താണ് ഇപ്പോൾ ഒളുവിലൊക്കെ ദൂർത്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് റസൂലുള്ള പറയണത്, നല്ല ഒരു പുഴേൻ്റെ വക്കത്താണെങ്കിലും ശ്രദ്ധിച്ചാണ് വെള്ളം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഉപയോഗക്രമത്തെക്കുറിച്ചുള്ള ഖുർആൻ്റെ അല്ലെങ്കിൽ ഹദീസിൻ്റെ നിർദ്ദേശങ്ങൾ പിന്നെ കൃത്യമാണ്. ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത് എന്ന താക്കീത് കൊടുക്കുകയാണ് റസൂലുള്ള ചെയ്യണത്. പിന്നെ ലാസ്റ്റ് ഒരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ആയത്തിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ചുള്ള, അതിൻ്റെ ദുരവസ്ഥയെക്കുറിച്ചുള്ള പേടിപ്പിക്കുന്ന ഒരു പരാമർശമാണ്. ആരാണ് നിങ്ങൾക്ക് കൊണ്ടുതരിക എന്ന് ചോദിക്കുന്നുണ്ട്. മുഴുവൻ വെള്ളവും വറ്റിപ്പോയാൽ ആരാണ് തരിക? അപ്പോൾ അങ്ങനെ പിന്നെ ഇതല്ലാത്ത ആകാശത്തുനിന്ന് മഴവെള്ളം ഇറങ്ങാത്ത ഒരു സന്ദർഭം ഉണ്ടായാൽ അതിൻ്റെ ഒരു പരിഹാരം എന്താണെന്നുള്ളതിന് ശാസ്ത്രത്തിനൊന്നും കൃത്യമായ ഉത്തരമില്ല. കൃത്രിമ മഴയൊക്കെ പെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നാണ്, പക്ഷെ അതൊന്നും എന്തല്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ നേരത്തെ ഒരു വലിയ പരീക്ഷണം നടന്നതായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. പക്ഷെ അവരെല്ലാ സംവിധാനവും ചെയ്തു, കിട്ടേണ്ടടുത്തല്ല വെള്ളം കിട്ടിയത്, എവിടെയോ പോയിട്ട് എന്ത് ചെയ്തു, അത് ഇറങ്ങി എന്നാണ്. അത്രയൊന്നുമില്ല, ഈ പെയ്യണ പോലെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നല്ല ചിലവാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്നിടത്തല്ല ഇത് ഇറങ്ങുക എന്നാണ്. അപ്പോൾ കൃത്രിമ മഴ എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ മാത്രമുള്ള ഒരു കാര്യമാണ്. ഇത്രത്തോളം ഇതിന് പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനമൊന്നും ശാസ്ത്രത്തിൻ്റെ കയ്യിലില്ല. അപ്പോൾ ഖുർആനിലെ ഒരു വളരെ പ്രധാനപ്പെട്ട അജണ്ട എന്ന നിലക്ക് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കൂടുതൽ ഡിസ്കഷനിലേക്ക് ആരിഫ്ക പോവും ഇൻഷാ അല്ലാ. കൂടുതൽ ഡിസ്കഷൻ നിർത്താനായിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ എല്ലാ വശവും ചർച്ച ചെയ്തിട്ടുണ്ടായി. ഇത് ഇപ്പോൾ അവസാനം അബ്ദുൽ വഹാബ് പറഞ്ഞതുപോലെ ഇത് ഇല്ലാതെയായുള്ളൊരവസ്ഥ, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഭീകരമായൊരു ഒരവസ്ഥയിലെത്തിക്കുന്നത്. ഇപ്പോൾ സി വി രാമൻ്റെ പഴയ ഒരു ലേഖനമുണ്ട്, അത് വാട്ടർ ദി എലിക്സിർ ഓഫ് ലൈഫ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ്. അത് ഞാൻ പണ്ട് പഴയ കാലത്ത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കാണ്ടായിരുന്നു ഭാഗമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ലിബിയയുടെയും ഈജിപ്തിൻ്റെയും ബോർഡറിൽ അദ്ദേഹം നിൽക്കുകയാണ്. ഒരു ഭാഗം എന്ന് പറഞ്ഞത് പച്ചപ്പാണ്, നിറഞ്ഞ പച്ച. മറുഭാഗം എന്ന് പറയുന്നത് കണ്ണത്താ ദൂരത്ത് വരെ ചക്രവാളത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന മരുഭൂമി. അപ്പോൾ ഇത് എന്താണ് കാരണം എന്ന് അത് നൈലിൻ്റെ ദാനം എന്നാണല്ലോ പറയാം. നൈൽ നദിയാണ് അതിൻ്റെ കാരണം. അപ്പോൾ ജലം എന്നത് അതിനകത്ത് ഞാൻ പറഞ്ഞത് മുഖത്ത് കണ്ണെങ്ങനെയാണോ അങ്ങനെയാണ് വാട്ടർ ബോഡീസ്. അപ്പോൾ വാട്ടർ ബോഡി നശിപ്പിക്കാൻ പാടില്ല, അത് പ്രിസർവ് ചെയ്യണം എന്നുള്ളതിനുള്ള നിർദ്ദേശം അദ്ദേഹം പറയുന്ന ലേഖനത്തിൽ അത് പറയുന്നത് അദ്ദേഹം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കണം. ഓരോ നാട്ടിൽ, ചില നാടുകളിൽ ചെന്നാൽ വെള്ളം കുടിക്കാൻ തന്നെ വളരെ കമ്മിയായിരിക്കും, കുടിക്കാൻ വേറെ ഒട്ടും ഉണ്ടാവില്ല. നമ്മളെ നാട്ടിൽ ഈ സമൃദ്ധി, ഇപ്പോൾ ഒരു സാധനം ഏറ്റവും കൂടുതലുണ്ടാകുമ്പം താഹ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ പറയുന്നുണ്ട്, വിശദീകരിക്കുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, നമ്മൾ ഒരു സാധനം കൂടുതലുണ്ടായാൽ നമുക്കത് ഉണ്ടെന്ന് തോന്നില്ല. ഇപ്പോൾ ഈ ഓക്സിജൻ നമുക്കത് ആർക്കും വായു വെള്ളം വെറുതെ കിട്ടണമെന്നുള്ള, അപ്പോൾ അതുപോലെ വെള്ളം അതിൽപ്പെട്ടതാണ്. അതുപോലെ ചരക്കൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കതൊന്നും തോന്നില്ല. അതേസമയത്ത് ഇല്ലാത്ത സ്വർണം, മുത്ത്, പവിഴം അതിൻ്റെ പിന്നാലെ നമ്മൾ പായും. അപ്പോൾ ഇതില്ലാതെ ആവുമ്പോൾ ആ ഓട്ടപ്പാച്ചിലിനെ കുറിച്ച് ആലോചിച്ചാൽ വേണ്ട ഒരു അരമണിക്കൂർ സാധാരണ വെള്ളം കുടിക്കുമ്പോൾ അരമണിക്കൂർ വൈകിയാൽ അപ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത അതാണ്. അപ്പോൾ അതാണ് അം നഹ്നു ലഹു മുൻസിലൂൻ എന്ന് ഖുർആനെ അള്ളാഹു ചോദിക്കുമ്പോൾ, അപ്പോൾ അപ്പോഴാണ് ആരും നിങ്ങളാണോ അത് ഇറക്കുന്നത് നമ്മളാണോ എന്നുള്ള ചോദ്യത്തിന് നമുക്കൊരു ഉത്തരവില്ല. ഇത് കൃത്രിമമായി ഉണ്ടാക്കാനും സാധിക്കില്ല, അത്
അള്ളാഹ് ഇറക്കന്നെ വേണം. അതാണ് എപ്പോഴും ഇനിയുള്ള സാധാരണ പറയാറുണ്ട്, ഇനിയുള്ള ക്ലീശയാണ്, ചെറുപ്പം മുതലേ കേട്ട് വന്നതാണ്, ഇനിയുള്ളൊരു യുദ്ധം വെള്ളത്തിന് വേണ്ടിയായിരിക്കും. വെള്ളം ഇങ്ങനെ ആക്വിഫറുകളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പഴയ കാലം മുതൽ കേൾക്കുന്നതാണ്. പക്ഷെ കേരളം ഇപ്പോൾ നമുക്ക് ഒരു വലിയ തോതിൽ വെള്ളം മഴ ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് വാട്ടർ പോളിസൊക്കെ പൊതുവെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ലോകത്തിൻ്റെ മുഴുവൻ സ്ഥിതി അതല്ല. എല്ലായിടത്തും ഇപ്പോൾ ആരൽ സമുദ്രം, അത് ഇപ്പോൾ ഇന്നലെയും കണ്ടു അതിൻ്റെ ഉസ്ബെക്കിസ്ഥാനിൽ നമുക്കറിയാവുന്ന പഴയ ഇസ്ലാമിക ജയ്ഹൂൺ നദി എന്ന് പറയുന്ന ഗൈഹൂൺ, അതിന് അമുദറിയ എന്ന് സ്കൂളിൽ പഠിച്ചിരുന്ന അമുദറിയ ഇന്നില്ല. അത് പറ്റ ശുഷ്കമായിട്ട് അതിൽ ചെന്ന് ചേർന്നിരുന്ന ഏറ്റവും വലിയ ശുദ്ധജല തടാകം അല്ലെങ്കിൽ ശുദ്ധജല കടൽ എന്ന് പറയാവുന്ന ആരൽ സമുദ്രം ഇന്നില്ല. അവിടെ കുറേ കപ്പലുകളുടെ സ്കെലിറ്റൺ കാണാം. ഒരു കഴിഞ്ഞ 25 വർഷമായിട്ടുള്ളത് ഇല്ലാതെയായിട്ട്. എന്ന് പറഞ്ഞാൽ ഉള്ളൊരു സാധനം ഇല്ലാതെയാകാൻ വളരെ കുറഞ്ഞ ടൈം മതി. നമുക്കിപ്പോൾ ഈ കാണുന്ന വെള്ളം ഇതൊക്കെ നഷ്ടപ്പെടുമെന്നുള്ള തോന്നൽ വേണ്ട, അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി നമുക്ക് വേണ്ട. കാരണം എപ്പോഴും ഒരു 10-15 വർഷത്തിൻ്റെ ഉള്ളിൽ ഇല്ലാതെയാകാവുന്ന പറ്റിപ്പോകാവുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട് കൃഷി ഇല്ലാതെയാവും. നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒന്നും കൃത്രിമമായിട്ടുണ്ടായില്ലല്ലോ. അതൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതാണ്. നമ്മൾക്ക് അതിന് പ്രോസസ്സ് ചെയ്യണേ ഉള്ളൂ. നമ്മൾ ഭൂമിയിലുള്ള ഈ മുളച്ച് വരുന്നതാണ്. അപ്പോൾ അതിന് വെള്ളം അനിവാര്യമാണ്. വെള്ളം ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നും ഉൽപ്പാദിപ്പിക്കാത്ത ഒരു ബാരൻ ലാൻഡ്, അത് നമ്മളെ നാടാവുന്നത്, നമ്മൾ നാട്ടിൽ പട്ടിണിയിലേക്ക് നീങ്ങും. ജീവൻ്റെ അടിസ്ഥാനം നേരത്തെ പറഞ്ഞതുപോലെ വെള്ളമാണ്. അത് അബ്ദുൽ വഹാബ് നന്നായി വിശദീകരിച്ചു. ഇനി മലയാളികളെ ഈ വെള്ളോപയോഗം കുളി കുറച്ച് കൂടുതലാ പറയല്ലോ. മലയാളികൾ കൂടുതൽ, എനിക്കിപ്പോൾ ന്യൂജനെ കുറിച്ച് ഇന്നാണ് എനിക്ക് തെറ്റിദ്ധാരണ മാറിയത്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികൾ എല്ലായിടത്തും പോയി പറഞ്ഞാൽ ഞങ്ങൾ 2 നേരം കുളിക്കും. പക്ഷേ ഇപ്പോൾ ആയിട്ട് ഒരാഴ്ചയായിട്ടും കുളിക്കാത്ത ന്യൂജൻ ആണുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങളത് വ്യത്യസ്തരാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊരു കാരണം എല്ലായിടത്തും വെള്ളമാണ്. പിന്നെ അങ്ങോട്ട് നീങ്ങിയാൽ ഒന്ന് വിയർത്താൽ കുളിക്കണം, പിന്നെ ഒന്ന് ചെറിയ നിലക്ക് ചളിയായാൽ കുളിക്കണം, പിന്നെ ബോറടിക്കുമ്പോൾ കുളിക്കണം, പിന്നെ സന്തോഷം വരുമ്പോൾ കുളിക്കണം, പിന്നെ ദുഃഖം വരുമ്പോൾ കുളിക്കണം. അങ്ങനെയൊക്കെയാണ് ഓരോന്നിനുള്ള. പിന്നെ ഒന്നുമില്ലെങ്കിൽ ബോറടി മാറ്റാൻ വേണ്ടി അതും കുളിക്കും. ഇപ്പൊക്കെ ഇതിനൊക്കെ ഇപ്പോൾ കുളി ഒഴിവാക്കി ഇപ്പോൾ കുടിക്കലായി മാറിയിട്ട് ഇതിലൊക്കെ വേറെ വെള്ളം മാത്രം, വെള്ളമാണുള്ളൂ. അതെ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ പുറത്ത് പോയാൽ നമുക്ക് അറിയുള്ളൂ, നമുക്ക് അന്തം കൊള്ളും. ഈ ഡിസംബർ മാസത്തിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരാഴ്ച കുളിക്കാത്തവർ, 2 ആഴ്ച കുളിക്കാത്തവർ, എന്നിട്ട് അതിന് ശേഷം പതുക്കെ വെള്ളം തലയുടെ ഒന്ന് കുടഞ്ഞിട്ട് അത് ചീർപ്പ് ഉപയോഗിച്ചിട്ട് ചീകി വൃത്തിയാക്കി ഫെയർ ആൻഡ് ലവ്ലി പുരട്ടി ഇങ്ങനെ നടക്കണ. അത് മതി. അല്ലെങ്കിൽ ഈ ചളി എന്നുള്ള പ്രശ്നം, ശരീരത്തിൽ ചളി എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇവിടെ അങ്ങനെ ഉരുട്ടി നോക്കിയാൽ ചളികളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കയറിയതിനു ശേഷം കുളിച്ചാലുണ്ടാവും. അപ്പോൾ ശരീരത്തിൽ ചളി ഉണ്ടാവില്ല. അപ്പോൾ വല്ല മണ്ണോ പൊടിയൊക്കെ ആകുമ്പോൾ കുളിച്ചാൽ മതി എന്ന് പറയുന്ന ഫിലോസഫി പറയുന്ന ആളുകളും ഉണ്ട്. നമുക്കൊക്കെ നമ്മളെ കൈയൊക്കെ എന്നിട്ട് ഇത് ഉരുട്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ചളി അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അത് കാര്യമൊന്നുമില്ല. കുളിക്കാനും കുളിക്കാത്തവനൊക്കെ കണക്ക് തന്നെയാണ് എന്നുള്ളത്. കുറെ കുളിക്കാത്തൊരു ഈ ആട് ജീവിതത്തിലുണ്ടല്ല, ഒരു മഴ പെയ്യുമ്പോ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ആകെ പൊള്ളി ഒരു എക്സാജറേഷൻ. അതെ. ഇപ്പോൾ മക്കയിലേക്കുള്ള പാതയിൽ പിന്നെ വെള്ളം കുടിക്കുന്ന മുഹമ്മദ് സദ് പറയുന്ന ഇതുണ്ട്. അങ്ങനെ ഉറ്റിച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒരു മുണ്ടിൽ ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ വിചാരിക്കുക, എന്തുകൊണ്ട് ഇവരെനിക്കൊരു കോപ്പ വെള്ളം തരുന്നില്ല. അപ്പോൾ ഇതെന്നെ ഇതിങ്ങനെ ഇവരുടെ
തീയുറ്റിക്കുകയാണെന്ന് തോന്നുന്നത്. അത് മൂപ്പർ എന്ത് ചെയ്തതാണ്, ശരീരത്തിലേക്കും കൂടി അങ്ങോട്ട് മാറ്റിയതാണ്. അതായിരിക്കണം അത് മൂപ്പർ പറയേണ്ടത്. അത് മക്കയിലേക്കുള്ള പാതയിൽ നിന്നാണ് ഈ പിന്നെ മരുഭൂമിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത്. അങ്ങനെ തന്നെ കുടിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണ് കുടിക്കേണ്ടത്, മനസ്സിലാണത്. അങ്ങനെയാണ് നമുക്ക് അനുഭവമല്ല, പോകുമ്പോൾ ആ ജാതി ദാഹമാണത്. അത് അത്തരം ദാഹമാണ്. നമ്മളെ സാധാരണ നാളത്തിന് വെള്ളമൊക്കെ കിട്ടിയാൽ എന്നാലും ഒന്നായിട്ട് വെള്ളം കുടിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത്ര നല്ല. ഒന്നായിട്ട് വെള്ളം കുടിക്കണ്ടല്ലോ, എനിക്ക് തോന്നുന്നു പതുക്കെ സിപ്പായിട്ട് കുടിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ്. അങ്ങനെ ആകുമ്പോൾ വരൾച്ച ഒഴിവാക്കാം, ചുണ്ടിൻ്റെ നാവിൻ്റെ ഒക്കെ വരൾച്ച ഒഴിവാക്കാം. പിന്നെ ഒന്നായിട്ട് ചെല്ലുമ്പോഴാണ് ഈ വയറിങ്ങനെ വീർത്ത് നിൽക്കുന്നത്, ബലൂണാണ് അവസ്ഥ ഉണ്ടാവില്ല. പുഴ അനുഭവങ്ങളുണ്ട്, അത് പുഴയെ വർത്താണ്. പിന്നെ ഈ സംസ്കാരങ്ങളൊക്കെ അധികവും പുഴൻ്റെ വർത്താണ് നദി. അപ്പോൾ മുണ്ടേരി അങ്ങനെ നദിയുടെ തീരത്ത് നമ്മുടെ പുന്നപ്പുഴയാണ് നമ്മുടെ ചാലിയാർ വരുന്നത്. നമ്മുടെ അവിടെ മുണ്ടേരി അപ്പുറം കൂടല്ലൂർ മലയിൽ നിന്നാണ് ചെറിയൊരു ഉറ്റുറ്റായിട്ടാണ് അവിടുന്ന് ചാലിയാറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ഇപ്പം നിൽക്കുന്നത് ചാലിയാറിൻ്റെ ലാസ്റ്റിക്കിലാണ്. ചാലിയാറിൻ്റെ കൂടെയാണ് നമ്മുടെ ഈ ഒരു ഇന്ന് ആരംഭിച്ച യാത്ര. പുഴ എനിക്കാണ് ഇപ്പോൾ ഈ നമ്മുടെ കടലിലും കരയിൽ നിന്നാണല്ലോ കുറേ പറഞ്ഞത്. അവിടെ കടലിനെയാണ് മുന്തിക്കുന്നത്. കാരണം അതൊരു വലിയ പാർട്ട്, മൂന്നിലൊന്ന് പറഞ്ഞ പോലെ മൂന്നിലൊന്ന് കരയും ബാക്കി 2 ഭാഗം അപ്പോൾ വെള്ളമാണല്ലോ. അപ്പോൾ വെള്ളത്തിൽ നമ്മുടെ ലൈഫിൽ കൊണ്ട് കരയേക്കാൾ റോളുള്ളതാണ്. കാരണം കരയില്ലെങ്കിലും ജീവിക്കാം, പക്ഷെ കടലില്ലെങ്കിൽ, വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കാത്തതാണ്. ഖുർആൻ്റെ പ്രയോഗത്തിൽ പോലുള്ളത് ആ മുൻഗണനാക്രമം വെള്ളത്തിനാണ്. ഇതുകൂടെ നമ്മളെ ഒരു വിശ്വാസം പറഞ്ഞാൽ മതം പറഞ്ഞാൽ പ്രകൃതിപരമായ സംഭവമാണല്ലോ, പ്രകൃതിൻ്റെ ഭാഗമാണല്ലോ മതം. അതിനെ ലോകവും ആൾക്കാർക്ക് വേറെ കൂടുതൽ കണ്ടാലും മതം ജീവിതത്തിൻ്റെയും ജീവൻ്റെയും ഭാഗമായതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തിൽ വെള്ളത്തിന് എപ്പോഴും റോളാണല്ലോ. ആരാധനകൾ, അനുഷ്ഠാനങ്ങളിൽ, ഇപ്പം ആഘോഷങ്ങൾക്ക്, ഇപ്പം 2 ആഘോഷങ്ങൾക്കും നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങി പോകാറുണ്ടല്ലോ. അവിടെയൊക്കെ ഒരു വെള്ളത്തിന് വല്ലാത്തൊരു പങ്കാണ്. ഒരു മനുഷ്യന് വേറെ ആരും വില ഏൽപ്പിക്കാത്ത സമയമാണ്. പിന്നെ മരിച്ചാൽ പിന്നെ പേര് പോലും മാറുകയുള്ളൂ. അവിടെ മതം പറയുന്നത് കുളിപ്പിച്ചിട്ടാണല്ലോ കൊണ്ടുപോയി. അപ്പോൾ ഒരു വെള്ളം ശരിക്ക് ഈ ലോകത്തിൻ്റെ 1/2 വെള്ളമായതുപോലെ തന്നെ വിശ്വാസിയുടെയും വിശ്വാസത്തിൻ്റെയൊക്കെ ജീവിതത്തിലും വെള്ളത്തിന് വലിയ പങ്കാണ് തന്നെ തോന്നുന്നത്. വെള്ളം ഈ പറഞ്ഞ പോലെ ഒരു നീല സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞല്ലോ, ഒരു തരം സ്വർണ്ണമായിട്ട് അമൂല്യമായിട്ട് ചേർന്ന പോലെ തന്നെ അതിൻ്റെ ഒരു വർധനവെന്താവും നമുക്ക് പലപ്പോഴും അതിൻ്റെ ഒരു വിലയെ കുറച്ച് കാണിക്കാൻ ചെയ്യും നമുക്ക് തോന്നിപ്പിക്കുന്ന പോലെ. ഇന്നിപ്പോൾ അതിൻ്റെ മറുഭാഗം വെള്ളം ഏറ്റവും അതിൻ്റെ ആധിക്യം കൊണ്ട് ആലേക്കാതെ പോകുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും കിട്ടാത്ത അവസ്ഥയൊക്കെ വരുന്നുണ്ട്. വെള്ളം ഏത് സമയത്തും അമൂല്യമായ ബോധ്യമാവാണ്. വെള്ളത്തിൻ്റെ അമൂല്യതയെ അറിയിക്കുന്ന അവസരമാണ് നമ്മൾ ഈ നോമ്പൊക്കെ വരുന്നത്. നോമ്പിന് മനുഷ്യൻ ആലോചിക്കുക, നമ്മൾ ആലോചിക്കുന്നത് കുഴിമന്തി കിട്ടിയെന്നല്ല, കുഴിമന്തി ബിരിയാണി എന്നല്ല, പക്ഷെ വെള്ളം കുടിക്കാനുള്ള പെർമിഷനാണ് നോമ്പിൻ്റെ ബേസിക് നീഡായിട്ട് പോലും നമ്മൾ ഈ കൊടും ചൂടിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുക, ആവശ്യപ്പെടുക. അപ്പം വെള്ളത്തിൻ്റെ ഒരു അനുഭവം അവസ്ഥ തന്നെയാണ്. വെള്ളത്തിന് മുകളിൽ നഗരങ്ങളൊക്കെ ഇല്ലേ? വെനീസ് എന്ന് പറഞ്ഞാൽ അതാണ് വെള്ളത്തിൻ്റെ ഈ റോഡുകളൊക്കെ, വീട്ടിലേക്കുള്ള റോഡുകളൊക്കെ വെള്ളമാണ്. ഇവർ ചെയ്തല്ലോ നമ്മളെ ഖത്തർ ഇപ്പം കഴിഞ്ഞ ലോകകപ്പിൽ ആ സമയത്ത് അവിടെ കര കുറവാണല്ലോ അല്ലേ. അപ്പോൾ അവിടെ ഇത്തരം രാജ്യങ്ങളെയും ടീമുകളെയും സ്റ്റാഫിനെയൊക്കെ എങ്ങനെ അക്രമിറ്റ് എന്നുള്ള ചർച്ച അവിടെ ലോകകപ്പ് അവർ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ശേഷം ഏറ്റവും കൂടുതൽ അവർ സമയം കളഞ്ഞതിന് വേണ്ടിയാണ് അത്രേ. കാരണം ഇത് ആളുകൾ വരുമ്പോഴേ അതിലാണ് ഈ ആശയം വന്നത്. എന്താണ് കപ്പലും കൃത്യമായ വാഹനങ്ങൾ എന്ത് ചെയ്യുക, കടലിൽ കൂടി സ്ഥാപിച്ചാണ്ട് ആ വെള്ളത്തിന് മുകളിലാണ് പന്തുകളി ഒഴികെ അതിൻ്റെ ബാക്കി എല്ലാ സ്റ്റെപ്പും കവർ ചെയ്തത് വെള്ളത്തിന് മുകളിലാണ്. താമസവും കടകളും ഷോപ്പിങ്ങും എല്ലാം ഖത്തർ കാരണം ആ ഭൂമിയുടെ കരൻ്റെ കുറവുകൊണ്ട് അവിടെ വായിച്ചിട്ടുണ്ടാകുമ്പോൾ. നീന്തുന്ന കടലിൽ നീന്തും. കടലിൽ നീന്തുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, താണുപോല. കാരണം ഉപ്പ് ജലമായതുകൊണ്ട് കണ്ണ് ഏരിയില്ലേ ഇല്ല, നമുക്ക് വായിലെടുക്കുമ്പോൾ അങ്ങനെ ഉപ്പ്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ അതൊരു നബി നീന്താൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അവിടെയൊക്കെ കുളങ്ങളൊക്കെ ഉണ്ടാവില്ല. കുളങ്ങളുണ്ടാവും. അപ്പോൾ ജലാശയങ്ങളുണ്ടാവും. പക്ഷേ ഈ മക്കത്തൊന്നും ഇല്ലല്ലോ. അതൊന്നും അങ്ങനത്തെ ഇല്ല. ജല ദൗർലഭ്യം പ്രത്യക്ഷത്തിലുള്ള സ്ഥലമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടൊന്നുമില്ലല്ലോ. അവിടെ ഒരു രാജാവ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചില്ല. അപ്പുറത്തപ്പുറത്തൊക്കെ ആളുകളുണ്ടായിരുന്നില്ലേ. അവിടെ പേർഷ്യയുണ്ട്, റോമുണ്ട്. പക്ഷേ ഈ കാബ മാത്രമുള്ള അവിടുത്തെ പ്രത്യേകത. കാബയെ ചുറ്റിപ്പറ്റി ഒരു ടൗണുണ്ടായി, ഒരു നഗരം ഉണ്ടായി എന്നല്ലാതെ, ജനവാസം ഉണ്ടായി എന്നല്ലാതെ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ആർക്കും അത് വേണ്ടിയിരുന്നില്ല. ഉണ്ടല്ലോ നീന്താൻ പഠിപ്പിക്കാന്. അമ്പയത്തും നീന്തലും കുതിര സവാരിയും പഠിക്കണം. റസൂല് നീന്തിയായിട്ടൊന്നും ഇല്ലല്ലേ? ഇല്ലല്ല, അപ്പോൾ അത് ഇങ്ങനത്തെ രംഗങ്ങൾ ആവശ്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാം. അത് അനിവാര്യമല്ലേ ശരിക്കും. ഇപ്പം ഇന്നാണെങ്കിലും ഇപ്പം എന്താണ് ബൈക്ക് റൈഡിങ് ആണ്, കുതിരപ്പല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള പിന്നെ ഈ പിന്നെ വേറെ വിഷയമാണ് ഈ വെള്ളം പലതാക്കിയിട്ടുള്ള വെള്ളം കൊണ്ടുള്ള ഈ കളികളുണ്ട്, ദൂരത്തിൻ്റെ. ഇപ്പം ബാബു സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു ഡൗട്ട് ഉള്ള സംഭവം. ഇപ്പം നമ്മൾ ആത്മീയത, ഇപ്പം നമ്മൾ ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ആത്മീയമായ വശങ്ങളും പറയുമല്ലോ. നമ്മളിവിടെ ഒന്ന് ദൂരത്തിൻ്റെ കാര്യം പറഞ്ഞു. ദൂരത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ വെള്ളം തടയൽ, അതൊക്കെ ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷെ ആത്മീയമായ വിഷയങ്ങൾ നമ്മൾ ചെയ്യേണ്ട കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ വെള്ളത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ചെയ്യാൻ കഴിയണം എന്താണ്? നമുക്ക് അള്ളാഹ് എന്ത് അനുഗ്രഹങ്ങൾ തന്നാലും ആ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ട് തരത്തിലുള്ള ബാധ്യതകൾ നമുക്കുണ്ട്. ഒന്ന് അള്ളാഹിനോടുള്ള ബാധ്യതകൾ, രണ്ട് സൃഷ്ടികളോടുള്ള ബാധ്യതകൾ. അപ്പോൾ അതിൽ അള്ളാഹിനോടുള്ള ബാധ്യത എന്താ? നമുക്ക് തന്നതിന് നന്ദി കാണിക്കുക, അവന് ആരാധനകൾ അർപ്പിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അതേസമയം സൃഷ്ടികളോട് നന്മ ചെയ്യുമ്പോൾ എന്താണ്? അത് അള്ളാഹിനോടുള്ള ബാധ്യത തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യം എന്താ? വെള്ളമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു വലിയൊരു അനുഗ്രഹം അള്ളാഹ് തന്നു. നമുക്ക് അള്ളാഹ് അക്കൽ തന്നു, ബുദ്ധി തന്നു. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രബോധനം ചെയ്യണം, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, അങ്ങനെ കുറേ സംഭവങ്ങൾ ആളുകൾക്ക് ഉപകാരപ്പെട്ട് ചെയ്യണം. ഇതേപോലെ വെള്ളം നമുക്ക് തന്നു, അത് വെച്ച് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ ഉമ്മ മരണപ്പെട്ടു. സഹിഹ് ഹദീസുകളിലുള്ളതാണ്. എൻ്റെ ഉമ്മ മരണപ്പെട്ടു, എൻ്റെ ഉമ്മ അങ്ങനെ ഉണ്ടല്ലോ, ഉമ്മക്ക് വേണ്ടി എനിക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുമോ? ഉമ്മക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി ആ ഒരു ഉദ്ദേശത്തോടു കൂടി എനിക്ക് സ്വതക്ക ചെയ്യാൻ പറ്റും. ഉമ്മ വേണമെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നബി പറഞ്ഞു ആയിക്കോട്ടെ ചെയ്തോ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്വതക്ക എന്താണ്? അപ്പോൾ നബി പറഞ്ഞത് സ്വതക്കയായിട്ട് വെള്ളം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത്രമാത്രം, അപ്പോൾ ഏറ്റവും നല്ല സ്വതക്കയായിട്ടാണ് പറഞ്ഞത്. വെള്ളം കൊടുക്കൽ ഏറ്റവും നല്ല സ്വതക്കയാണെന്നാണ്. അപ്പോൾ ആത്മീയതയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്വതക്കകൾ പണം കൊടുക്കാറുണ്ട്, ഭക്ഷണം കൊടുക്കാറുണ്ട്. അതിൽ ഏറ്റവും നല്ല ഒരു സ്വതക്ക വെള്ളമാണെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു വലുപ്പം, ആത്മീയമായി നമ്മൾ ചെയ്യേണ്ടുന്നൊരു സംഭവം എന്നുള്ളവർക്ക്. അതെ, നായ്ക്ക് മനുഷ്യനും കൂടിയല്ല, പക്ഷെ എന്താണ്, മൃഗത്തിനാണ്. പക്ഷെ അതിന് വലിയ ഒരു പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആത്മീയമായ സുബൈദ കനാൽ രാജ്ഞി അത് ഒരു റൂമാ. അതെ. അപ്പം ഉസ്മാൻ റളിയല്ലാഹു അതന്നെ മതി എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ പിന്നെ വെള്ളം ഉമർ റളിയല്ലാഹു പിൽക്കാലത്ത് ഒരാൾ പറഞ്ഞു ഈ ഒരു തോട്ടത്തിൽ കൂടെ വേണം വെള്ളം കൊണ്ടുപോകാൻ, വേറൊരാളുടെ അയാൾക്ക് ഉപയോഗിക്കാൻ തോട്ടം നനക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തോട്ടക്കാരൻ പറഞ്ഞത് പറ്റില്ല എന്നാണ്. ഉമർ ഒന്നും നോക്കിയില്ല, ഒരു തർക്കം അങ്ങോട്ടൊന്നും കേട്ടതില്ല. പറഞ്ഞു നിൻ്റെ വയറ് കീറിയിട്ട് ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അത്ര കണിശമാണ് ആവശ്യത്തിൽ, തടയാൻ പാടില്ല. സംസം എന്ന് പറഞ്ഞാൽ ഒരു വറ്റാത്ത സ്രോതസ്സാണ്. വളരെ മൂടിയിരുന്നു. അത് ഇവർ തമ്മിലുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് മൂടിയിരുന്നത്. അതിന് അബ്ദുൽ മുത്തലിബാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടെടുക്കുന്നത്. അതെ.
ഞാൻ ഈ വെള്ളം കൊടുക്കുക എന്നുള്ളത്. അതൊക്കെ പിന്നെ നമുക്ക് വിശ്വസനീയമാണോ എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും അങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ. അത് ഈ പിന്നെ നുബുവത്തിന് മുമ്പുള്ള ചരിത്രങ്ങൾ അങ്ങനെയാണ് ചരിത്രകാരന്മാർ എടുക്കാറുള്ളത്. അതങ്ങനെ അതിനെ നിർദോഷിയായി വിടുക എന്നുള്ള അത് ചിലത് അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. സ്വപ്നത്തിനെ വിശ്വസിച്ചിരിക്കാം. പക്ഷെ അങ്ങനെയാണ് സാധാരണ ചെയ്യുക. അത് ഇങ്ങനെ പറയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പറയാറാണ്. ഇന്ന് പല ആളുകളും നിരീശ്വരവാദികളായിട്ടുള്ള പല ആളുകളും ഈ സംശോധന പോലത്തെ ഇതൊക്കെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് രീതിയിൽ. സംസം പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. അതിപ്പോൾ അവരുടെ കയ്യിൽ തെളിവൊന്നുമില്ല, അങ്ങനെ പറയാം. ഇതിപ്പോൾ പഠനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സംസമിനെ കുറിച്ച് കുറേ ആളുകൾ പഠിച്ചിരുന്നു. ഇപ്പോൾ ജപ്പാനിലൊരു ശാസ്ത്രജ്ഞൻ പഠിച്ചു. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല, നമുക്ക് ആ ഏരിയ നമ്മളതല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിന് ആ ഗുണങ്ങളുണ്ട്, ഔഷധ ഗുണങ്ങളുണ്ട് ആദ്യം. അതിപ്പോൾ നമുക്കിപ്പോൾ അതൊന്നും നോക്കേണ്ടതില്ല. നബി അങ്ങനെ പറഞ്ഞാൽ തന്നെ വറ്റൂല അങ്ങനെയല്ലല്ലോ. വറ്റാം. അതെ, അത് സംസമിൻ്റെ വെള്ളത്തിനുള്ളതാണ്, അത് വറ്റാം. അതിപ്പോൾ ഇനിയിപ്പോൾ വറ്റീന്ന് വിചാരിച്ച് അതല്ല. അതെ. അല്ല, സംസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിക്കും മുഴക്കുന്ന അർത്ഥമുള്ളൂ. നമ്മൾ ആരോ മതി എന്ന് പറഞ്ഞതാണ്. വാക്കിന് സംസം എന്ന് പറഞ്ഞാൽ ആ മുഴക്കല്ലേ, ശബ്ദം, അതാണ്. അതിങ്ങനെ അങ്ങനെയല്ല, അത് മതി എന്നതിന് അർത്ഥമൊന്നുമില്ല. അതിൻ്റെ ഒരു വശം കൂടി ഉണ്ട്, ആത്മീയത തന്നെ. ആത്മീയതയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വശം, മുസ്ലിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നൂഹ് നബി നമുക്കറിയാം 950 കൊല്ലം പ്രബോധനം ചെയ്ത ഒരു മഹാനായ പ്രബോധകനാണ്, പ്രവാചകനാണ്. പക്ഷേ നൂഹ് നബി അലൈഹി ഇസ്ലാം സമൂഹത്തെ ഉത്ബോധിപ്പിക്കുമ്പോൾ, ഷിർക്കിലകപ്പെട്ട ഒരു ബഹുദൈവ വിശ്വാസത്തിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരോട് ഒരുപാട് കാലമാണ് പ്രബോധനം ചെയ്തത്, 950 കൊല്ലമാണെന്ന് പറഞ്ഞു. പക്ഷെ അതിന് ശേഷം അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പരാതി പ്രകടനമുണ്ട്. ഈ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നു, പക്ഷെ ആ സമൂഹം എന്താണ്, ഈ സന്ദേശം സ്വീകരിക്കുന്നില്ല. വളരെ വിരലിലെണ്ണാൻ കഴിയുന്നത്രയും തുച്ഛമായ ഒരെണ്ണാളുകൾ മാത്രമാണ് സ്വീകരിക്കുക. അപ്പോൾ അള്ളാഹിനോട് നടത്തുന്ന പരാതികളിലൊന്നിൽ എനിക്ക് തോന്നുന്നു വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ ഒരു പരാമർശം നടത്തുന്നുണ്ട് പരാതികളിൽ. എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അള്ളാഹുവെ, എൻ്റെ റബ്ബെ, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം, നിങ്ങൾ പാപമോചനം നടത്തണം, അവൻ അങ്ങേയറ്റം പാപമോചനം നൽകുന്നവനാണ് എന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം പറയാണ്, ആ ഇസ്തിഗ്ഫാർ അങ്ങനെ നടത്തിയാൽ യുർസിലി സമാ അലൈക്കും മിദ്റാറ. അങ്ങനെ ഒരു വ്യാഖ്യാനം കേൾക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇസ്തിഗ്ഫാർ നടത്തിയാൽ പിന്നെ കുറച്ച് റിസൾട്ടുകൾ ഇങ്ങനെ പറയാണ്. നൂഹ് നബി അലൈഹി സ്വലാം, ഞാനിങ്ങനെ പറഞ്ഞിരുന്നു എൻ്റെ സമൂഹത്തോടെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹിനോട് ഇത് പറയണത്. അപ്പോൾ പറയാണ്, നിങ്ങളങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് മഴ അവൻ വർഷിപ്പിച്ചു തരും, അതേപോലെ നിങ്ങൾക്ക് സന്താനങ്ങളെ തരും. യുർസിൽ സമാ അലൈക്കും മിദ്റാറ വയംദിദുക്കും ബിഅംവാലിൻ വബനീന വജഅലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് തോട്ടങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ അതിലൂടെ ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പോൾ ഇസ്തിഗ്ഫാറിനെ ഇത് അതിൻ്റെ റിസൾട്ടായിട്ട് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ആയത്തിൽ. അതായിരിക്കാം, അത് നിരക്കുന്നില്ല. ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥന അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാഗമായിട്ടുണ്ട്. ശിക്ഷ എന്നുള്ള പാട്ട് നമ്മൾ ചർച്ച ചെയ്തില്ല. മഴ ശിക്ഷ ആകാം, ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാം ദൗർലഭ്യവും ശിക്ഷയായി കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്ത് അല്ല, ഖുർആനിലെ പ്രയോഗത്തിൽ വ്യത്യാസമല്ലോ. ഇപ്പൊ മത്തറ്, പിന്നെ കുറച്ചൊരു ശിക്ഷയൊക്കെ മത്തറിന്റെ സമൂഹമൊക്കെ ശിക്ഷയായിട്ടാണ്. ഇവിടെ വേറൊരു സംഗതി ഉണ്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കാർമേഘം കാണുമ്പോൾ ഭയങ്കര മാനസികമായി ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. കാരണം ഇതൊരു ശിക്ഷയാണോ എന്നുള്ളൊരു പേടി. കാർമേഘം വരുന്നു, കാരണം ഇതായിരുന്നു മുൻ സമുദായങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കണം, എന്തിനാണ് റസൂൽ ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളും ഇങ്ങനെ കാർമേഘം കണ്ടപ്പോൾ ആഘോഷിച്ചിരുന്നു,
അവരതിൽ സന്തോഷിച്ചിരുന്നു. പക്ഷേ അത് ചിലപ്പോൾ അത് ശിക്ഷയായിട്ടാണ് അവർക്ക് ഭവിച്ചത്. ഇതേപോലെ നമുക്ക് ശിക്ഷയായിട്ട് ഭവിക്കും എന്നുള്ളൊരു ഭയം അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രകടിപ്പിച്ചു. അപ്പോൾ നമ്മളൊരു അനുഗ്രഹം കാണുമ്പോൾ അതിന് വേറൊരു ഗുണപാഠം കൂടിയുണ്ട്. ഒരു അനുഗ്രഹത്തിനൊരു സാധ്യത കാണുമ്പോൾ പോലും അതൊരു പരീക്ഷണമാണ് എന്ന തിരിച്ചറിവോട് കൂടി ആയിരിക്കണം അതിനെ സമീപിക്കേണ്ടത്. അമിതമായി ആഘോഷിക്കരുത് എന്നൊരു സംഗതി കൂടി അതിലുണ്ട് എന്ന് തോന്നുന്നു. പ്രളയത്തിന്റെ ഒരു ഹിസ്റ്ററി നമ്മളെ ഈ കണക്ക് നമ്മള് വെള്ളം ഉപയോഗിക്കും. ഓക്കെ, പക്ഷെ വെള്ളം വന്നാൽ നമ്മളെന്താ കാട്ടാ? അത് വെള്ളം എന്ന് വെച്ചാൽ എത്ര ശക്തിയുള്ള സാധനമല്ലേ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഉരുളകളിലൊക്കെ അത് നല്ല നല്ല കഠിനമായ പാറകളായിരുന്നല്ലോ. അതൊക്കെ ഈ ഉരുട്ടിയത് ആരാണ്? ഈ വെള്ളം സോഫ്റ്റാണെന്ന് വിചാരിക്കുന്ന ഈ വെള്ളമാണ്. അത് ഖലീലാബുദ്ദീനയിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഈ സംഭവം വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്, ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ് കല്ല്. പക്ഷെ അതിനെ വെള്ളം ഒഴുകി 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 ക്ഷമയോടുകൂടി ഒഴുകി 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 പക്ഷേ ഇതിന് ഒരു രൗദ്രഭാവം വരുന്നുണ്ടല്ലോ. ഒന്നായിട്ട് ഈ ക്ലൗഡ് ബസ്റ്റൊക്കെ വരുമ്പോൾ പിന്നെ ഈ സോഫ്റ്റ്നെസ്സൊക്കെ അത് പോകുന്നു. സോഫ്റ്റ് ആകുമ്പോൾ തന്നെ എങ്ങനെയാണെങ്കിൽ പിന്നെ ഹാർഡാവും. അതിൻ്റെ രൗദ്രഭാവത്തിൽ അത് നമുക്ക് അറിയാവുന്ന ഇപ്പം ഒരു ടൗണിൽ വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിരിക്കുക, അത് എത്ര ദൂരം പോവും, ഭയങ്കര ശക്തിയല്ലേ. അപ്പോൾ വെള്ളത്തിനെ നമ്മൾ പിടിച്ചു നിർത്താൻ വഴികളൊന്നുമില്ല. അതിൻ്റെ കൂടെ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പ്രാദേശികമായ നിങ്ങൾ പക്ഷേ കേരളം ഒരു പാൻ കേരള ഇതിൽ 2018 ഒന്നുണ്ടായത്, പിന്നെ 19 അതാണ് ഒന്ന് വടക്കും പിടിച്ചു, ഒന്ന് തേക്കും പിടിച്ചു. അത് ഇനിയും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോ കാരണങ്ങൾ പറയുന്നു, ഇതായിട്ടാണ് നമ്മൾ അങ്ങനെ. നമുക്ക് ഏറ്റവും എളുപ്പം എന്താ വെച്ചാൽ യുക്തി നിർമ്മിക്കാനാണ് ഏറ്റവും സുഖം. ഇപ്പം ഞാനിവിടെ ഇരിക്കണം എന്നുള്ളത് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ യുക്തി ഉണ്ടാക്കും. അതല്ല ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയാൽ ഞാനതിന് യുക്തി ഉണ്ടാക്കുക. യുക്തിയാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് പ്രളയം ഉണ്ടാകുന്നു, പലരും പല കാരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ വിദഗ്ധർ തന്നെ ആ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. വെള്ളം പിന്നെ നമ്മളെ പ്രകൃതിയിൽ നമ്മൾ ചെയ്യുന്ന അതിനോട് ചെയ്യുന്ന ദൂഷണം കൊണ്ടാണ് എന്ന് പറയുന്നു. അതല്ല, ഇതിപ്പം മൊത്തം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ മുമ്പുണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മൾ കെട്ടിട നിർമ്മാണങ്ങൾ കൊണ്ട് നമ്മൾ ഇതുകൊണ്ടൊക്കെയാണെന്ന് പറയുന്നവരുണ്ട്. ഏതായാലും അത് ഓരോരുത്തരും വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഇല്ല, ജലം പൊതുവെ അന്ത്യനാൾ പോലെ എല്ലാ കാലത്തും ഉള്ളതായിട്ടുള്ളതാണല്ലോ. ആഫ്രിക്ക എന്ന് പറയുക അതിന് മനസ്സിൽ രൂപപ്പെടുന്ന ചിത്രം ഏതാണ്? ആഫ്രിക്ക വളരെ സമ്പന്നമാണ്, നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട്, നല്ല സഹാറ ഏരിയ ആണത്. ഈ വെള്ളമില്ലാത്ത അതിന് ചില ഏരിയകളൊക്കെ നല്ല വെള്ളമുണ്ട്, നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവർ ഇപ്പം ആഫ്രിക്ക എന്നാൽ നമ്മളിപ്പോൾ ഈ വടക്കൻ ആഫ്രിക്കയല്ലേ, ഈ ഈജിപ്ത്, ടുണീഷ്യ, ലിബിയ, അൾജീരിയ, മൊറോക്കോ, അവിടെ പറഞ്ഞാൽ ഒരു വലിയ ഭാഗം അത് ഈ മെഡിറ്ററേനിയൻ തീരത്തായതുകൊണ്ട് വളരെ മനോഹരമാണ്. പക്ഷേ അതിന് തെക്ക് ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ സഹാറയിൽ പ്രവേശിക്കുമ്പോൾ അപ്പോൾ ലിബിയ തന്നെ കുഫ്ര എന്ന് പറഞ്ഞ പ്രദേശമുണ്ട്, ലോകത്തെ ഏറ്റവും ചൂട് കൂടുതലുള്ള ഒരു ഭാഗമാണ്. അവിടെ തന്നെ വടക്ക് ഭാഗത്ത് നല്ല കാലാവസ്ഥയാണ്, ഏത് കാലത്തും ജീവിക്കാൻ സുഖമാണ്, അങ്ങനത്തെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സമ്പന്നമാണ്. പക്ഷേ ഈ രാജാക്കന്മാരും ഭരണാധികാരികളും പിന്നെ ഗോത്രങ്ങളും ഒക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അത് കലാപം ഉണ്ടാവുകയും ഉണ്ടാക്കിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. വെള്ളത്തെക്കുറിച്ച് നമ്മളെല്ലാം പറഞ്ഞു, പക്ഷെ മലിനമാക്കുന്നതിനെ കുറിച്ച് അത് ഓൾറെഡി നമുക്കൊരു സിസ്റ്റം ഉണ്ട്, അത് വെള്ളം ഫിൽട്ടർ ചെയ്യാൻ ഭൂമിയിലൊരു സിസ്റ്റം. പക്ഷെ അതിനുപോലും താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ മലിനമാക്കി കടലിലെ മീനുകളും അതേപോലെ ജന്തുക്കളൊക്കെ ചത്തൊടുങ്ങുന്ന ഒരു സമ്പ്രദായത്തിൽ മലിനമാക്കുന്നത് പോയിട്ടുണ്ടെന്ന്. വെള്ളത്തോടുള്ള ആ രീതിയിലുള്ള സമീപനം അത് വെള്ളം മലിനമാക്കുക എന്നുള്ള സമൂഹത്തെ തന്നെ ഉപദ്രവിക്കുന്ന പരിപാടിയാണ്. അത് നമ്മളെ സാമൂഹ്യ വിരുദ്ധ പരിപാടിയല്ലേ.
ഒരു വെള്ളം മലിനമാക്കുക എന്നുള്ളത് വെള്ളം നല്ല ഒന്നും ആക്കാൻ പാടില്ല, പക്ഷെ വെള്ളമാകുമ്പോൾ പ്രത്യേകിച്ചും അത് കുടിനീരായതുകൊണ്ട് നമ്മൾ ജീവജലം എന്നാണ് പറയാം. അപ്പോൾ അത് തീർച്ചയായിട്ടും പിന്നെ അത് എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷെ നമ്മൾ മിണ്ടാതിരുന്നാൽ നമുക്ക് എല്ലാവരും ചൂസ് ചെയ്യാൻ മിണ്ടാതിരിക്കാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യം എന്ന് തോന്നിയാൽ, അതേസമയത്ത് ഈ പുഴയുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകൾ, അതിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ആളുകൾ അതിനോട് ഭയങ്കര സ്നേഹമാണ്. ആ വിഷയത്തിൽ അവർ ശ്രദ്ധിക്കും. പുഴയുടെ അടുത്ത് നിങ്ങൾ ദൂരത്തുള്ള ഒരാൾ വന്നിട്ട് എന്തെങ്കിലും മലിനമായ സാധനം ഇട്ടാൽ അപ്പുറത്തുനിന്നൊക്കെ വിളി കേൾക്കാം, തെറികൾ കേൾക്കും. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ആ പുഴയോട് ഭയങ്കര സ്നേഹമാണ്. അത് അതിൻ്റെ തീരത്തിരിക്കുന്ന ആളുകൾക്ക് പിന്നെ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിലുള്ള ഒരു സ്നേഹം പഠിച്ചോട്ട് കൊടുത്തതായിരിക്കണം. അത് നമ്മൾ പൊതുവെ അങ്ങനെ ഒരു കൽപ്പിച്ചുകൂടി അങ്ങനെ ചെയ്യാറില്ല. ചില ആളുകൾ അവനവൻ്റെ ഭാഗത്തു നിന്നുള്ള സാധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊണ്ട് അത് തൽക്കാലം കാർപ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യും. വേറെന്തെങ്കിലും ആഡ് ചെയ്യാം? ഓക്കെ, നിർത്താം. ധാരാളം കുളിക്കുന്നവർ, ആ വേറെ ആർക്കും അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. ഉണ്ടാവാം. ഇപ്പം ഇതുപോലത്തെ ഈ നമ്മളെ ഇതിലല്ലോ ട്രോപ്പിക്കൽ ഏരിയയിൽ നിൽക്കുന്ന ആളുകൾ, പക്ഷെ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടുകാർ ഇപ്പോൾ അതില്ലല്ലോ, അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും നമ്മൾ നല്ല നന്നായി കുളിക്കും. ഇപ്പം അത്ര കുളിയ വലിയ വിഷയമല്ല എന്നുള്ളത്. കൾച്ചർ അഡാപ്റ്റ് ചെയ്യുന്നതിന് ആ ഭാഗമായി നമ്മളൊരു ഓക്കെ എന്നാ നിർത്തണം. ഓക്കെ, ആ മൊത്തം തന്നെ നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൻ്റെ പല വശങ്ങളാണ്. വെള്ളത്തെ ഒരു മുസ്ലിം ഏതൊക്കെ വശങ്ങളിലൂടെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. ഒന്ന്, അതിൻ്റെ മതപരമായിട്ടുള്ളൊരു വശം, മതപരമായിട്ട് അത് കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം, തടഞ്ഞു വെക്കുന്നതിൻ്റെ ഗൗരവം, അതേപോലെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, അത് സദക്ക ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം, ഇതാണ് മതപരമായി പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ ഭൗതികമായി നമുക്ക് ജലലഭ്യത കുറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇതായിരുന്നു പ്രധാനമായും ഇന്നത്തെ ഒരു ഇത്. നമ്മൾ യഥാർത്ഥത്തിൽ വെള്ളത്തെക്കുറിച്ച് മാത്രമല്ല എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഇങ്ങനെ ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും. ഇവിടെ വെള്ളവുമായി ബന്ധപ്പെട്ട് പിന്നെ വിശ്വാസം പറഞ്ഞാൽ ഏറ്റവും നല്ല സദക്കയാണ്. അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ, വെള്ളം ഈ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമാണ് എന്ന രൂപത്തിലുള്ള ഒരു അവതരണമാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇതിൻ്റെ ഒരു മെസ്സേജായിട്ട് നമ്മളെല്ലാവരും ഉണ്ടാവേണ്ട ഒരു സാധനം അത് തന്നെയാണ്. നമ്മൾ വെള്ളം സംരക്ഷിക്കണം, വെള്ളം ദൂർത്തടിക്കരുത്, വെള്ളം മലിനമാക്കരുത്, വെള്ളം സദക്ക ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്ന വെറുതെ ഇത് കേട്ടു പോകാനല്ലോ, നമ്മുടെ ജീവിതത്തിൽ പകർത്തുകാനാണല്ലോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, ഇതാണ് നമ്മുടെ സന്ദേശം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.